രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാർ, ടോൺസിറ്റ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവർ കൈകളുടെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ, ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ, ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ, ഏറ്റവും വലിയ കീമയായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികള്, മാറാ രോഗികള് യേശുവിന്റെ നാമത്തില്, കിഡ്നി രോഗികള് യേശുവിന്റെ നാമത്തില്, രോഗികള് യേശുവിന്റെ നാമത്തില്, ഹൃദയ രോഗികള് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് ആനയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ, നീര്, പൊട്ട്, കുരുക്കള്, ചൊറിച്ചില്, ചിരങ്ങ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അലർജി രോഗികള്, കർത്താവേ, അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരുത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോ തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ദൈവശക്തിയാൽ സ്രാവരോഗങ്ങളെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. ഉടമ്പടി വർക്ക് ചെയ്യണത് എപ്പോഴും ഗ്രേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല, ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെസ്യസ് 2:8 നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ
കൃപ കൊണ്ടു. ഇതിൻ്റെ ബേസിക് ഫോർമുലയാണ്, ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയാണ്. നിങ്ങളുടെ അപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല, ഒരു 8 കവനൻറ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ? ആദത്തിൻ്റെ കവനൻ്റ്, ഏദൻ തോട്ടത്തിൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതിനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റ്, എബ്രാഹുമായി നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതുപോലെ തന്നെ മോസസുമായി നടത്തിയ കവനൻ്റ്, ജോഷുവയുമായി നടത്തിയ കവനൻ്റ്, ദാവീദുമായി നടത്തിയ കവനൻ്റ്, പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റ്. എല്ലാം ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യണത് 2 ഫോർമുല. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ യോഗ്യതയല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പം മെറ്റീരിയൽ, നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഠനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മളുടെ കുടുംബം, നമ്മുടെ സ്വാധീനം, റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി എല്ലാം മെരിറ്റാണ്. ഈ മെരിറ്റ്, ഒരു മെരിറ്റും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ ഇപ്പോൾ ഈശോ സിമ്പിളാക്കുന്നത് 12:9 എന്താണ്? ജന്മനാ കൈ സൂക്ഷിച്ചു പോയി, മെരിറ്റില്ലെന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ഞാൻ ഈ 21-ാം സങ്കീർത്തനം 21-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ അധ്യായമാണ്, വെളുപ്പിനെ പ്രാർത്ഥിച്ചത്. പഠിക്കണ കാര്യമില്ലല്ലോ, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നോട്ടനുസരിച്ച് ഞാനത് ശുശ്രൂഷ നടത്തുന്നതാണ്. അതിന് പഠിക്കണത് വ്യാഖ്യാനങ്ങൾ സഭയുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് നോക്കാൻ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ. സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സഭയുടെ ഒഫീഷ്യൽ ടെസ്റ്റ്, ബൈബിൾ വ്യാഖ്യാനം നമുക്ക് വായി തോന്നണ പോലെ പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഭയുടെ ഓൾട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടുന്ന് അഭിഷിക്തനല്ലേ സംസാരിക്കണത്. അപ്പോൾ നമ്മൾ എപ്പോഴും സഭ എന്ത് ഈ വിഷയത്തിൽ പറയുന്നെന്ന് നോക്കിയിട്ട് സഭയുടെ പഠനങ്ങളെ പൂരകമാക്കാനേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എപ്പോഴും നോക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത് സഭ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തം വരികയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഷണമുണ്ട്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അത് അങ്ങനെ ഞാൻ നോക്കും, സത്യമായിട്ട് നോക്കും. പക്ഷേ പലതും ഈശോ ഇവിടെ ഇപ്പം തന്നെ ഇപ്പം ഈ കൈ ശോഷിച്ചു പോയ മനുഷ്യനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? അത് അയാൾക്ക് ഫുൾ മെറിറ്റ് പോയ ഒരാളാണ്, കംപ്ലീറ്റ് മെറിറ്റില്ല. എന്താണ്? ജന്മനാ അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ ഈശോ പറയണത്? അയാൾക്ക് ചെയ്തിരിക്കണത് എന്താണ്? ഫുൾ ഗ്രേസാണ്. അതിന് ഈശോ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കൈയാണ് നീണ്ടു വരണത്. അയാളുടെ കൈ നീണ്ടു വരാൻ പറ്റണില്ലല്ലോ, ജന്മനല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നിൻ്റെ ജന്മം ഇങ്ങനെയാണ്, നിൻ്റെ വിധിയാണിതെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മനസ്സിലായില്ല? പല ആൾക്കാരും നമ്മുടെ വിധിയാണ്, അത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൈവിടും. പക്ഷെ ദൈവം വിധിയാണെന്ന് പറയും, കൈ സൂക്ഷിച്ചു പോയി, അത് നിൻ്റെ വിധിയാണ്, അത് നിൻ്റെ ജന്മമാണെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ആരുടെ, അതാണ് 12:11 അല്ലേ? എന്താ എത്രയാ മോളെ? 12:13. അതായത് നിങ്ങളിൽ ആരുടെ ആടാണ് കിണറ്റിൽ വീണുപോയാൽ അതിനെ ശാപത്തിൽ പിടിച്ചു കയറ്റാത്തത്? അപ്പോൾ പിടിച്ചു കയറ്റുന്നത് ആരുടേതാണ്? ആടിൻ്റെ കൈയൊന്നും അല്ലല്ലോ, അകപ്പെട്ടവൻ്റെ കൈയാണോ? അല്ല, രക്ഷിക്കാൻ വന്നവൻ്റെ കൈയാണ്. രക്ഷിക്കാൻ വന്നവൻ ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ കൈകൾ നിൻ്റെ നേരെ നീളും, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേലെ നീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവവേദനെ, നിനക്ക് ഒരു മെറിറ്റും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പം ചിലർ ഉടമ്പടി എടുത്തിട്ടും അവർക്കറിയാം, അവർക്ക് വയസ്സ് 47ആയി, ഇനിയിപ്പോൾ ഏത് പെണ്ണിനെ കെട്ടാനാണ്. ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കണതാണ്. അവർ ഉടമ്പടി എടുക്കും, എന്നിട്ട് അവർ പണ്ടത്തെ പോലെ തന്നെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതല്ല, എനിക്ക് വയസ്സ് 47, ഇനി ഏത് പെണ്ണെ കെട്ടാനാണ്, എല്ലാവരും കരടായി പോവുകയാണ്, നമുക്ക് വേണ്ടുണ്ടാകുന്ന ചോദിച്ചിട്ട് ഇവൻ്റെ മെറിറ്റ് വെച്ച് ഇവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോകും. ദാറ്റ് ഇസ് നോൺസെൻസ് എന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായില്ലേ? നിനക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല, ഫിസിക്കൽ മെറിറ്റില്ല, ഭൗതികമായ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഫയൽ ക്ലോസ് ചെയ്യരുത്.
നിൻ്റെ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരികയാണ് ദൈവം. മനസ്സിലായേ? സബ്സിഡിയും ഉണ്ട്, ഗ്രാൻഡും ഉണ്ട്. ചിലപ്പോഴേ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരും. കഴിഞ്ഞ ദിവസം റീന ലാലു എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, കൊല്ലത്തുകാരത്തിയ ജോഷി. ബീന ലാലുവിൻ്റെ സാക്ഷ്യത്തിൽ വരുന്നതേ ബീന ലാലുവിൻ്റെ മകനാണ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. സാക്ഷ്യം എല്ലാം കേൾക്കണേ. സാക്ഷ്യം ഈ ഉടമ്പടിയായ കാരണമേ, ഉടമ്പടി സാക്ഷിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കണം, ബൂസ്റ്ററാണ്. കാര്യം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പമ്മിങ് വന്നു കഴിഞ്ഞാൽ 2 സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ബലം പ്രവർത്തിക്കും. എന്താ കാര്യം? ദൈവം അനുദിനം ചെയ്യണതാണ്, പണ്ട് ചെയ്തതല്ല, ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഇപ്പം ബീന ലാലു അല്ലേ, ബീനൻ്റെ സാക്ഷ്യം, ബീനലാൻ്റെ സാക്ഷ്യത്തെ ബീനമ്മൻ്റെ മകന് ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാട്ടിൽ നിന്ന് കുറേയൊക്കെ ജോലിക്ക് അന്വേഷിച്ചു, ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇവനെ ഇവിടുന്ന് ഏജൻറ്റ് കൊണ്ടുപോയി, ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കോഴിക്കോടുകാരൻ ഫോട്ടോഗ്രാഫർ അവനെ കണ്ടു. അവനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ് ശരി, ഇവൻ പഠിച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ, പഠിച്ച ജോലി അവിടെ കിട്ടണില്ല, ഭക്ഷണം കഴിക്കണ്ടേ, താമസം വേണ്ടേ. അപ്പോൾ ഇവൻ്റെ താമസം എന്ന് പറയണത് ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ച് പിന്നെ ഈ ഫോട്ടോഗ്രാഫർ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. പക്ഷേ 1 മാസം ജോലി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫർ, പുള്ളി ഇതൊരു കൃഷിയായിട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാരെ കൊണ്ടുപോവുക, 1 മാസം നിർത്തുക, വിസ കൊടുക്കുക, എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക, എന്നിട്ട് വിസയുടെ കാശ് 1 ലക്ഷം ചോദിച്ച് ഇവൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവന് കേസിൽ കൊടുക്കുക, ഇങ്ങനെ കാശുണ്ടാക്കുന്ന ഒരാളാണ്. എന്തെല്ലാം തരം ഫ്രോഡ് പാർട്ടിയാണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചേക്കണത്. കൈ നനയാതെ മീൻ പിടിക്കുന്നവന്മാരുടെ അണ്ണന്മാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ ഫോട്ടോഗ്രാഫിന് ജോലി കൊടുത്തിട്ട് ഇവന് 1 മാസം ജോലി എടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം കലാപരിപാടി പോരാ, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പോരെ, പാവപ്പെട്ടവനെ ഡിസ്മിസ് ചെയ്ത അവസാനം അപ്പോഴേ ബാക്കിയെല്ലാം ഇവൻ്റെ കയ്യിരിക്കുകയല്ലേ, പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലല്ലേ. എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ട്, നീ വേറെ ഇവിടെ ജോലിയൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കാൻ പറയും. അവനെവിടെ ജോലി കിട്ടാനാണ്? ഇനി ജോലി കിട്ടാത്തതിന് റിലീവിങ് ഓർഡർ കൊടുക്കണ്ടേ? റിലീവിങ് ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വിസ വെച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ മേടിക്കും. ഇതാണ് പുള്ളിയുടെ കൃഷി. 1 മാസം നിർത്തുക, ഡിസ്മിസ് ചെയ്യുക, അവനെ കൊണ്ട് വേറെ എവിടെയും ജോലി എടുപ്പിക്കുക, വിടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങിക്കുക. അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ മുസ്ലിം പള്ളിയിലൊക്കെയാണ് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ്. മുസ്ലിം പള്ളിയുടെ വാതിക്കലേ അവരെ കിടക്കാൻ സ്ഥലമില്ലല്ലോ, അവനെ പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ അവനവിടെ കറങ്ങി നടന്നപ്പോൾ ഈ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാകുമല്ലോ, പള്ളികളുടെയൊക്കെ വരാന്തയ്ക്ക് രാത്രി കിടന്നുറങ്ങും. എന്തെങ്കിലും തണുപ്പും ചൂടുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അമ്മയോട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മ ഇത് ആരോടും പറഞ്ഞില്ല. എന്താ കാര്യം? ഭയങ്കര വിഷമമല്ലേ, മകൻ ചെന്നിങ്ങനെ അകപ്പെട്ടു, അവൻ്റെ അതുകൊണ്ട് അവന് ജോലിയും പോയി, ഭക്ഷണത്തിന് മാർഗമില്ല, അതിന് വിഷമമായി. അപ്പോഴീ അമ്മ ഉടനെ ഈ ബീന ലാലു ഉടനെ ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആരോടും പറഞ്ഞാൽ നാട്ടിൽ പറഞ്ഞ നാണക്കേടല്ലേ, അത് കാരണം ഇവളുടെ അനിയത്തി ഹൈദരാബാദിലാ മറ്റും ഉണ്ട്. ഹൈദരാബാദിലെ അനിയത്തിനെ വിളിച്ച് പറയും. എന്താ പറയണത്? എടി ഇങ്ങനെയാണ്, കൊച്ചിന് ഭക്ഷണമില്ല, അവനവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, രാത്രി ഉറങ്ങാൻ സ്ഥലം പോലും ഇല്ല, എന്ത് ചെയ്യുവഴിയെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അനിയത്തി പറയണൊരു വാക്കുണ്ട്, ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോഴേ നമ്മളെന്താ കേട്ടാൽ എന്താ മനസ്സിലാക്കണത്? നമ്മൾ കേൾക്കണത് അനിയത്തിന് ആരെങ്കിലും ഗൾഫിലുണ്ടാവും, അവനവിടെ ജോലി കൊടുക്കാമെന്നേ പറഞ്ഞു. അതല്ല അവൾ കൊടുക്കണത്. അവൾ പറയണത് കൃപാസത്തിൽ നമ്പരാണ് കൊടുക്കണത്.
ഇതാണ് വ്യത്യാസം. ഈ മനുഷ്യന്മാരുടെ വിശ്വാസ നിലവാരം കണ്ട കട എൻ്റെ തലയുടെ മേലെ ഇങ്ങനെ മൂർധന്യാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്ന കൃപാസനത്തിൽ ലാസ്റ്റ് എനിക്കൊരു രക്ഷയില്ല. കടക്കാർ വരുമ്പം കൊടുക്കാൻ ഒരു മാർഗ്ഗം എൻ്റെ മുന്നിലില്ല. പക്ഷെ ഞാൻ അവരോടൊരു ഡേറ്റ് പറയും. അവർക്ക് വേണ്ടത് ഡേറ്റാണ്. ഒരു ഡേറ്റ് ഞാൻ പറയും. പക്ഷെ ആ ഡേറ്റ് എത്തുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഒരു വഴിയില്ല. ആ സമയം അവരുടെ ചീത്ത വാക്കും എല്ലാം കേൾക്കുമ്പോൾ മനസ്സാകെ തകർന്നു പോകും. ആകെ എൻ്റെ മുന്നിലൊരു പ്രതീക്ഷ എന്താ, മാതാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, ഒരു ലോട്ടറി ഉണ്ട്. ലോട്ടറി എടുക്കും, മാതാവിൻ്റെ പ്രാർത്ഥനയും പഠിക്കും. ലാസ്റ്റ് ലോട്ടറി നോക്കും, ലോട്ടറി ഇല്ല, തീർന്ന്. പിന്നെ അവർ ആ ഡേറ്റ് ആകുമ്പോൾ അവരെ ചീത്ത. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഗുരുവായൂരിലൊരു ജോലി കിട്ടി. അതിൻ്റെ അടുക്ക് ഭർത്താവിന് ആക്സിഡൻ്റായി, കുടുംബത്തിൻ്റെ ചിലവ് മൊത്തം അവതാളത്തിലായി. അങ്ങനെ മൊത്തം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഗുരുവായൂർ പഴയുള്ളിടത്ത് തന്നെ ജോലിക്ക് വിളിച്ച് ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എന്ത് കൃപാസനത്തിൽ വന്നു ഒന്ന് ഉടമ്പടി എനിക്ക് രണ്ടാമതൊന്ന് എടുക്കണമെന്ന് തീരുമാനിച്ചു. ഒന്നും നോക്കിയില്ല. 4:30 മണിക്കിന് വെളുപ്പിനെ ബസ്സിന് ഒറ്റയ്ക്ക്. സ്ഥലങ്ങളോ ഒന്നും അറിയില്ല. എനിക്ക് ഇടവഴിയിലുള്ള ഒരു സ്ഥലവും എനിക്കറിയില്ല. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡ് 4:30 അവിടെ പുറപ്പെടുന്നുണ്ട്, 9 മണിക്ക് കൃപാസനത്തിൽ എത്തുന്ന KSRTC എന്ന് അവർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പുറപ്പെട്ടു. ഇവിടെ എത്തി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ അന്ന് ലീവായത് കാരണം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങ് എനിക്ക് ഉടമ്പടി കഴിയുമ്പോൾ 4:30-5 മണിയായിരുന്നു. ഉടമ്പടി കഴിഞ്ഞ് ഞാൻ ബസ് കയറി. അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ബസ് കയറി കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നെ വിളിക്കുന്നു, ചേച്ചി എവിടെ എത്തി? ഞാൻ പറഞ്ഞു, മോളെ ഞാൻ എറണാകുളത്തേക്ക് ബസ്സിന് വന്നുകൊണ്ടിരിക്കുക. ചേച്ചി മഴ കാരണം അവിടെ വെള്ളപ്പൊക്കമായിട്ട് ബസ്സെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്, KSRTC സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലുള്ള, ചേച്ചി എവിടെ എത്തി? അന്നേരം ഞാനാകെ പരിഭ്രാന്തരാണ്. കാരണം എനിക്ക് സ്ഥലം അറിയില്ല, ഞാൻ ബസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്താക്കി, കണ്ടക്ടറോട് ചോദിച്ച് ഗുരുവായൂരേക്കുള്ള ബസ് എവിടെയാണ് സാറേ പോവാൻ? അപ്പോൾ സാറ് പറഞ്ഞ് ഏതൊരു സ്ഥലം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സ്ഥലം അറിയാത്തതുകൊണ്ട് ഞാനവിടെ ഇറങ്ങിയില്ല. സ്റ്റാൻഡിൽ എത്തി നോക്കുമ്പോൾ മൊത്തം വെള്ളം, സ്റ്റാൻഡിൽ ബസ്സില്ല. ഉള്ള 2 ബസ്സാണെങ്കിൽ വെള്ളത്തിൽ പകുതി നീളത്തിൽ നീങ്ങുന്നു. ബസ് കുറേ മുന്നേ അവിടെ കൊണ്ടുപോയി നിർത്തി. കണ്ടക്ടർ എന്നോട് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഗുരുവായൂർ സ്റ്റാൻഡിലേക്ക് വന്ന ബസ് കിട്ടുമെന്ന്. ഞാനൊരു 2 സ്റ്റെപ്പ് മുന്നിലേക്ക് നീങ്ങിക്കഴിയുമ്പോഴേ മഴവെള്ള പാച്ചൽ പോലെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുകയാണ്. ഒരു കാലെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് എടുത്തു വെക്കാൻ കഴിയാത്ത അവസ്ഥ. സമയം 5:30-6 മണിയായി. ഞാൻ മനസ്സിലൊന്ന് വിളിച്ചു, മാതാവി ഞാനെന്താ ചെയ്യാം, എനിക്ക് ഈ വഴി അറിയില്ല, നോക്കാൻ ചോദിക്കാൻ ആരുമില്ല. ഒരു ഓട്ടോ ഇല്ല, ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ജനങ്ങളില്ല, വെള്ളപ്പൊക്കമായിട്ട് എല്ലാവരും ഇറങ്ങിയിരുന്നു. ആ സമയം ഞാൻ ഒറ്റ ബസ്സാണെങ്കിൽ അങ്ങേ അറ്റത്ത് കിടക്കുകയായിരുന്നു. എനിക്ക് വഴി അറിയില്ലല്ലോ. നോക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു 35-40 വയസ്സുള്ള ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് എന്നെക്കാൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട്, ഭയങ്കര വെള്ളമാണല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ച് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ മലപ്പുറത്താണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്ക് തൃശ്ശൂരാണ് പോകേണ്ടത്, എനിക്ക് വഴി അറിയില്ല. പിന്നെ ചേച്ചി എൻ്റെ കൈയും പിടിച്ച് ഓട്ടമായിരുന്നു. വേഗം വാന്മാൻ ഓടുമ്പോൾ ആ ബസ് കുറേ ദൂരം നിർത്തിയിരിക്കുന്ന ബസ് എടുക്കാൻ പോകുന്നതായിരുന്നു. ആ ബസ് കയറി നമ്മൾ ഏതൊരു സ്ഥലം എനിക്കറിയില്ല, അവിടെ ഇറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ തൃശ്ശൂരേക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യാൻ, ബസ്സെല്ലാം നിർത്തുന്ന വെള്ളമായിട്ട് ആ ബസ്സിലേക്ക് നമ്മൾ ചാടിക്കയറി. തൃശ്ശൂരെത്തി. 9:30 ഞാൻ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചി എന്നെ ഇറക്കിയിട്ട് എന്നോട് ചോദിച്ച്, മോളെ ബസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് 9:30 ഒരു ബസ്സുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിനെ ഞാൻ കണ്ടില്ല. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി പിന്നെ ഒന്ന് വന്ന് എന്നോട് ചോദിച്ചു, ബസ്സുണ്ടോ നീ ഉറപ്പിച്ചോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, കുറച്ച് ലേറ്റ് കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോയി. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ സമയത്ത് ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ പോലും ഇല്ല വെള്ളപ്പാച്ചത്തിൻ്റെ ഇടയ്ക്ക്. എൻ്റെ മാതാവ് എന്നെ കൈപിടിച്ച് ആ തൃശ്ശൂർ ആ സ്റ്റാൻഡ് വരെ എത്തിച്ചത് ഞാൻ ഉറപ്പായി വിശ്വസിക്കുകയാണ്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം കടബാധ്യതകൾ കൂടി. ഓരോരുത്തർ വന്ന് എന്നെ ചീത്ത പറയും. ഞാൻ ഓരോരുത്തർക്കും ഒരു ഡേറ്റ് പറയും. ഡേറ്റ് പറയാന്ന് വെച്ചാൽ എൻ്റെ മുന്നിലുള്ള ആകെ ഒരു തെളിവ് ലോട്ടറിയും മാതാവിൻ്റെ പ്രാർത്ഥന പഠിക്കുക, കൃപാസനത്തിൻ്റെ ധ്യാനം കൂടുക, ലാസ്റ്റ് ഉപവാസം എടുക്കുക, പിന്നെ ആ ലോട്ടറി എടുക്കുക. ലോട്ടറി ഇല്ല എന്ന് കാണുമ്പോൾ മാതാവിനെ കുറേ പറയും. പോറ്റമ്മയായിട്ട് കരുതിയിട്ട് നീ എന്നെ എന്താ വിചാരിക്കുന്നത്? ലാസ്റ്റ് ആത്മഹത്യയുടെ വക്കീലേക്ക് ഞാൻ പോകാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതും പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഓൺലൈൻ വഴിയായിട്ട് മൊബൈലിൽ ഒരു ആപ്പ് വന്ന് ബജാജിൻ്റെ. അതിൻ്റെ പിറകെ കുറേ നടന്ന് അത് കിട്ടൂല എന്ന് പറഞ്ഞു. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു, നിൻ്റെ സാലറി വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയല്ല, അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അവിടെ പോയി ചെന്നപ്പോൾ അവർ മൊബൈലിൽ ഒരു ആപ്പ് ഇട്ടന്നിട്ട് പറഞ്ഞു നോട്ട് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു, കിട്ടൂല എന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലങ്ങ് നിരാശയായി. പിന്നെ ഒരു വഴിയും ഇല്ലല്ലോ.
അപ്പം നോക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെച്ചിട്ട് 9 ദിവസം ഞാൻ കടുത്ത ഉപവാസം എടുത്ത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം 6 വരെ ഞാൻ ഒന്നും കഴിക്കൂല. മാതാവിനോട് ഞാൻ പറയും, ഒന്നെങ്കിൽ ഞാൻ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, ഈ ഉപവാസം എടുത്തിട്ടെങ്കിലും ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് കടുത്ത ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ സാക്ഷ്യം കേട്ട് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ വെറുതെ എനിക്ക് തോന്നി അത് കഴിഞ്ഞപ്പോൾ ആപ്പിലൊന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ആപ്പിലൊന്ന് ഞാൻ വെറുതെ തൊട്ട് നോക്കുമ്പം പേഴ്സണൽ ലോണിൻ്റെ കുറേ ഡീറ്റെയിൽസ് വന്നു. അത് വന്നപ്പോൾ കുറേ അടിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇവരും പറയാൻ നോട്ട് എലിജിബിലിറ്റി അല്ലേ, ഞാനപ്പം ഇട്ട് കളഞ്ഞു. ബാങ്ക് ഓഫ് ബറോഡ വരെ പറഞ്ഞ് നോട്ട് എലിജിബിലിറ്റി ആണ്. എല്ലാ മാസവും ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ പോകും. ആ ലോണിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് അവർ നോക്കിയിട്ട് അറിയില്ല. അടുത്ത 5-ന് വരാൻ പറയും, അടുത്ത 5-നും പോവും, അടുത്ത 5-നും ഇല്ല. അങ്ങനെ എല്ലാ മാസം നിരാശിക്കുമ്പോൾ ഇതാണ് ഞാൻ വെറുതെ ഒന്ന് പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതുവരെ ഇട്ടിട്ട് എന്താ, അവരും വിളിക്കൂല, അത് ഞാൻ ക്യാൻസൽ ചെയ്ത്. 3 ദിവസം കാണാൻ ബാങ്ക് ഓഫ് ബറോഡേൻ്റെ ഹെഡിൽ നിന്നൊരു വിളി വരുന്നു, എനിക്ക് നിങ്ങൾ പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്തിനോന്ന്. ഞാൻ പറഞ്ഞു ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തു. എന്നാൽ ഇതാ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഫോർവേഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഓൺലൈനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ബാങ്ക് ചോദിച്ചോ. പക്ഷെ ബാങ്കുകാർക്ക് തൃപ്തിയല്ല തരേണ്ടിയിട്ട്, കാരണം അവർക്ക് അവരുടേതായ കുറേ ഡീറ്റെയിൽസും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞപ്പം പറയും അത് നമുക്കറിയില്ല, അത് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി നോക്കുമ്പോൾ എൻ്റെ പേര് വ്യത്യാസമാണ്. അത് മാറ്റി പിടിച്ച് പിന്നെ ഞാൻ തന്നെ പോയിട്ട് ഓൺലൈനും അപ്ലൈ ചെയ്ത് അവർ എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് ജോലി അന്വേഷിച്ച് അവർക്ക് ഓക്കെ ആയി. പക്ഷേ പിന്നീട് എൻ്റെ വീട് അന്വേഷിക്കാൻ വന്നപ്പോഴാണ് ബാങ്ക് ഓഫ് ബറോഡ അറിയുന്നത് എൻ്റെ പേഴ്സണൽ ലോൺ അപ്രൂവ് ആയത കാര്യം. അങ്ങനെ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഉപവാസം, എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രം എനിക്ക് ആ ബാങ്ക് ഓഫ് ലോൺ പാസ്സായി. ഇന്ന് എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിട്ട് ഒരു സഹായം എനിക്ക് കൈത്തിരിയായി കിട്ടി. മാതാവിന് 1000 ഇനി എനിക്ക് ജീവിക്കാം, കാരണം എനിക്കിനി ഒരു ശക്തിയും വിശ്വാസമുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അതും മതി എന്നെ മുന്നോട്ട് നയിക്കേണ്ടിയിട്ട്. 1000 നന്ദി അമ്മയ്ക്ക്. എൻ്റെ പേര് ജിനി ഇഗ്നേഷ്യസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തേക്കുന്നത് ഡിസംബർ 19, 2022 ഈ സമയത്ത് ഞാൻ വെച്ച നിയോഗങ്ങളിലല്ല എനിക്കിപ്പോൾ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. ജാനുവരി 2023 മാസത്തിൽ എൻ്റെ ഭർത്താവിന് കഴുത്തിലൊരു മുഴ വരികയും അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ക്യാൻസറസ് ആണെന്ന് സസ്പെക്റ്റ് ചെയ്യുകയും RCCയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു സർജറി ചെയ്ത് അത് ബയോപ്സിക്ക് വിധേയമാക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജാനുവരി 28 സർജറി ചെയ്തു. ബയോപ്സിയുടെ ഫലത്തിനായി ഫെബ്രുവരി 9 ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫെബ്രുവരി 9 ഹോസ്പിറ്റലിൽ പോയി. ഫസ്റ്റ് റിസൾട്ട്സ് കംപ്ലീറ്റ് ആയില്ല. പ്രൈമറി അനാലിസിസിൽ ക്യാൻസറസ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വന്നോ ഒരു മുഴ വന്നോ അത് ക്യാൻസറസ് ആണെന്നൊന്നും ഞങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഞങ്ങളുടെ കുടുംബം ഒട്ടാകെ ഞങ്ങൾ തളർന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഫെബ്രുവരി 10 തന്നെ ഞങ്ങൾ കുടുംബസമേതം കൃപാസനത്തിലെത്തുകയും മാതാവിൻ്റെ ഈ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയ്ക്ക് മുന്നിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ് ഇത്. മാതാവേ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ചു തരണം. യാതൊരു കുറവും ഉണ്ടാകാതെ ഇതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അദ്ദേഹത്തിന് ഒരു വേദനയിലൂടെയും കടത്തിവിടരുത്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അമ്മ എനിക്ക് തിരിച്ചു തരണം. അടുത്ത റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കളക്ട് ചെയ്യാനും അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ ഫെബ്രുവരി 16 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഈ ഡേറ്റ് അമ്മയുടെ കൈകളിൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ആ 16 എന്ന് പറയുന്ന ഡേറ്റിൽ വലിയൊരു അത്ഭുതത്തിന് തന്നെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് രോഗികൾക്കായിട്ടുള്ള ശുശ്രൂഷ ഇവിടെ നടത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിക്കുകയും ആ ശുശ്രൂഷകളിലൊക്കെ പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാലത്ത് എത്തിക്കുകയും അതോടൊപ്പം ഉടമ്പടി വസ്തുക്കൾ തൈലം ആ മുഴ വന്ന ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ തേന് ഉള്ളിൽ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സായാഹ്ന പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ വളരെ
മുൻപ് എത്തിച്ചതിനേക്കാളും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെയും ശക്തിയോടും കൂടെയും ഞങ്ങളുടെ ഈ പ്രയാസം എടുത്തു മാറ്റണമേ എന്ന് അമ്മയോട് വിളിച്ചപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ സങ്കടവും, അവരും ഓരോ രോഗാവസ്ഥയിലാണ്, അവർക്ക് എല്ലാവർക്കും താങ്ങാവുന്നതിനപ്പുറമാണിത്.